അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും കുറച്ച് സീറ്റുള്ള ജില്ലയാണ് വയനാട്. വെറും 3 എണ്ണം മാത്രം. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവയാണവ. പിണറായി മന്ത്രിസഭയിലെ അംഗമായ OR കേളുവാണ് കഴിഞ്ഞ 2 വട്ടമായി മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പ്രതിനിധി. 2021 കേളു തന്റെ ആധിപത്യം ഉറപ്പിച്ചത് 9,000-ലധികം വോട്ടുകളുടെ ലീഡോടുകൂടിയാണ്. എന്നാൽ മാനന്തവാടിക്കാർക്ക് ഒരേ ഒരു പേര് മാത്രമേ തങ്ങളുടെ മുൻപിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. 2019 എന്ന പോലെ ഇന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും 2024 വൻ ലീഡോടെയാണ് വിജയിച്ചു കയറിയത്. രാഹുൽ ഗാന്ധി അമേഠി സീറ്റ് നിലനിർത്തുവാനും വയനാട് ഒഴിയാനും തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യാൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വയനാട്ടിലെത്തിയത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്കയ്ക്ക് ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനേക്കാൾ കൂടുതൽ ലീഡാണ് മാനന്തവാടിക്കാർ സമ്മാനിച്ചത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാകട്ടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ലഭിച്ച കൂറ്റൻ ലീഡ് നിലനിർത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും മാനന്തവാടിക്കാർ ഈ വരുന്ന ഏപ്രിലിൽ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് നൽകിയത്. CK ജാനുവും കൂട്ടരും UDF പാളയത്തിൽ അംഗങ്ങളായതിനാലും UDFന് ഒരു നിഷ്പ്രയാസ വിജയം ഈ മണ്ഡലത്തിൽ നേടാൻ സാധിക്കുമെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കോൺഗ്രസിലെ ഉൾപോര് നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി. ഇവിടെ നിന്നും നിയമസഭയിലേക്ക് കഴിഞ്ഞ 2 വട്ടം വിജയിച്ചത് IC ബാലകൃഷ്ണനാണ്. 2021 ബാലകൃഷ്ണന്റെ വിജയ ലീഡ് 12,000-ൽ പരം വോട്ടുകളായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും ഇത് 10 മടങ്ങ് വർദ്ധിച്ചെങ്കിലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായപ്പോൾ UDFന് ഇവിടെ നേടാൻ സാധിച്ചത് 2,781 വോട്ടുകൾ മാത്രമാണ്. അത് വളരെ ചുരുങ്ങിയ ഒരു ലീഡ് ആണെങ്കിൽ കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി. ഇവിടെ ഏപ്രിലിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്താനുള്ള സാധ്യതയും ഏറെയാണ്. കൽപ്പറ്റ മണ്ഡലം 2021 ഏതാണ്ട് 5,000-ൽ പരം വോട്ടുകളുടെ ലീഡോടുകൂടി നേടിയത് അന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന T സിദ്ദിഖാണ്. 2024 പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കൽപ്പറ്റക്കാർ ഏറെ സ്നേഹവും ആദരവോടും കൂടിയാണ് രാഹുൽ ഗാന്ധിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം അണിനിരന്നത്. ആ മണ്ഡലത്തിൽ ആദ്യ ദിനം തൊട്ട് ഏതൊരാവശ്യത്തിന് മുൻപിൽ നിന്ന് പോരാടിയിട്ടുള്ള സിദ്ദിഖ് തന്നെയായിരിക്കും വീണ്ടും UDF സ്ഥാനാർത്ഥിയായി വരിക. സിദ്ദിഖിന്റെ പ്രവർത്തനങ്ങളിൽ കൽപ്പറ്റക്കാർ എത്രമാത്രം സന്തുഷ്ടരാണെന്നുള്ള തെളിവാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. ഇവിടെ UDFന്റെ ലീഡ് 10,682 ആയിരുന്നു. കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ വയനാട് നിന്നുള്ള 3 സീറ്റുകളും വിജയിക്കുക എന്നുള്ളതാണ്. അത് അസംഭവ്യമൊന്നുമല്ല താനും. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള മണ്ഡലങ്ങളുടെ വ്യക്തമായ ചിത്രം പങ്കുവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.